പന്നിയുടെ കിഡ്നിയുള്ള മനുഷ്യനോ പന്നിയുടെ കിഡ്നി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരമായിട്ട് പറയണേ, എന്താ അത്? ഈ പന്നി എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യമായിട്ട് പശു എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ? പന്നി എന്ന് പറയുമ്പോൾ മാത്രം പ്രശ്നം. അപ്പോൾ പന്നിയെക്കുറിച്ച് പറയുമ്പോൾ പന്നി ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പന്നിയുടെ മാംസം കഴിച്ചുകൂടാ, അവർ ചില ആളുകൾ ഇഷ്ടമില്ലാത്ത ആളുകളെ പോടാ പന്നി എന്നൊക്കെ വിളിക്കും അല്ലേ? നമ്മളെല്ലാം വിളിക്കാറുണ്ട്, അവനൊരു പന്നി എന്നൊക്കെ പറയും. അപ്പോൾ പന്നി അത്ര മോശം കാര്യമൊന്നുമില്ല. പന്നി ഇപ്പോൾ ഏറ്റവും നല്ല മാംസം എന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് കഴിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഏറ്റവും പ്രോട്ടീനുള്ള മാംസമാണെന്ന് പറയുന്നു. പിന്നെ ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് വേവിച്ച് കഴിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല. ഏതായാലും പന്നി മാംസത്തിന് വലിയ ഡിമാൻഡാണ്, പോർക്ക് ഇറച്ചിക്ക് വലിയ ഡിമാൻഡാണ്. അതുപോലെ തന്നെ പോർക്ക് ഇറച്ചി വളരെ നിഷിദ്ധമാണ്. പന്നിയെ കണ്ടൂടാ എന്നാണ് പറയുന്നത്. അതായത് ഞാനിപ്പം ചില ആളുകളൊക്കെ ചോദിച്ചു എന്താ ഈ പന്നി ഇങ്ങനെ വിലക്കാനുള്ള കാരണം. അപ്പോൾ അതിന് വിലക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പന്നി നജസ്സാണ്, അശുദ്ധ വസ്തുവാണ് പന്നി എന്നാണ് പറയുന്നത്. നജസ് എന്ന് പറഞ്ഞാൽ അശുദ്ധ വസ്തു എന്നാണ് ഈ ഖുറാനിലോ ഹദീസിലോ ഒക്കെ പറയുന്നത്. കൃത്യമായിട്ട് ഏതിലാണെന്നറിയില്ല, അങ്ങനെയാണ് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞത്. നജസാണ്. അതിന് എന്തുകൊണ്ട് കഴിക്കരുതെന്ന് ചോദിച്ചാൽ അതിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ അശുദ്ധമായ വസ്തു കഴിക്കരുത് എന്ന് വിശ്വാസമുള്ളതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്തൊന്നും പന്നിയിറച്ചി വിൽക്കാനും പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ എറണാകുളം ജില്ലയിലെ ഒരു നഗരസഭയിൽ മുമ്പ് വാർത്തയായിരുന്നു പെരുമ്പാവൂരിനെ കുറിച്ച്. പെരുമ്പാവൂർ പന്നിക്കടകൾക്ക് മുനിസിപ്പാലിറ്റി ലൈസൻസ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പന്നിക്കട എന്ന് വെച്ചാൽ പന്നി ഇറച്ചിയെ വിൽപ്പന നടത്തുന്ന തൊട്ടടുത്തുള്ള അങ്കമാലിയിലാണെങ്കിൽ പന്നി മാത്രമേ ഉള്ളൂ. പന്നിയുടെ കേന്ദ്രമാണ്. തൊട്ടടുത്തല്ല അങ്കമാലിയും പെരുമ്പാവൂരും ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ഓരോ ജില്ലയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പെരുമ്പാവൂർ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതിൻ്റെ നിജസ്ഥിതി അറിയില്ല. പന്നി ഇറച്ചി വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്, അത് പെരുമ്പാവൂർ സിറ്റിക്ക് പുറത്താണ് എന്ന് പറയുന്നു. ഏതായാലും പന്നി മാംസം ഹറാമായിട്ടുള്ള ആളുകളുണ്ട്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ പശു ഇറച്ചി കഴിക്കില്ല എന്ന് പറയുന്ന പോലെ അവരുടെ വിശ്വാസപരമായ കാര്യം. പശു ഇറച്ചി കഴിക്കാത്തത് അതുകൊണ്ടല്ല, പശുവിനെ മാതാവിന് തുല്യമായി കരുതുന്നു, അമ്മയ്ക്ക് തുല്യമായി കരുതുന്നു എന്നതുകൊണ്ടാണ്. കാരണം നമ്മൾ ഈ മനുഷ്യൻ അമ്മയ്ക്ക് തുല്യമായി കരുതുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അമ്മയുടെ പാല് കുടിച്ചതിന് ശേഷം പിന്നീട് മനുഷ്യൻ കുടിക്കുന്ന പാല് പശുവിൻ്റെയാണ്. ആ ഒരു മാതൃസ്നേഹം. പിന്നെ പശുവിനോടുള്ള കാര്യം ഈ അമ്മയ്ക്ക് തുല്യമായി കരുതുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല. കാരണം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണല്ലോ. കാർഷിക രാജ്യത്ത് കർഷകൻ്റെ എല്ലാ ജീവിതവൃത്തിയും ഈ നാൽക്കാലി പശു അല്ലെങ്കിൽ കാള അല്ലെങ്കിൽ പോത്ത് ഇവയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കൃഷിയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കൃഷിക്കാരൻ്റെ ശരാശരി ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ് പശുക്കൾ. അതുകൊണ്ടാണ് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം പശുവും കിടാവുമായിരുന്നു. വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഗോവധം നിരോധിച്ചിട്ടുണ്ട്. ഈ മിനിഞ്ഞാന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ മന്ത്രി പറഞ്ഞു ആരെങ്കിലും പശുവിനെ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവാണ് പശുവിനെ അറക്കു വരെ ചെയ്തത്. അതെ. അതിപ്പോൾ കർണാടകയിലെ മന്ത്രി 3 ദിവസമായി, മന്ത്രിയുടെ പേര് ഞാൻ പറഞ്ഞു, 3 ദിവസമായുള്ളൂ. 3 ദിവസം മുമ്പാണ് മന്ത്രി പറഞ്ഞത് പശുവിനെ കള്ളക്കടത്ത് നടത്തുക, തട്ടിക്കൊണ്ടുപോയാൽ വെടിവെച്ചു കൊല്ലുമെന്ന് കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി പറഞ്ഞു. അപ്പോൾ പശു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പശു നമുക്ക് പുണ്യമാണ്, പശുവിനെ ഇഷ്ടമാണ്, അതുകൊണ്ട് പശുവിനെ തരുന്നില്ല, ഇത് വെറുക്കപ്പെട്ടതാണെന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത മനുഷ്യന് ജീവിക്കാൻ പന്നിയുടെ സഹായം ആവശ്യമായിട്ട് വരും എന്നാണ്. പന്നി മാംസം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് ഒരു കാരണം ഇപ്പോൾ ഈ സീനോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞ് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, എന്ന് വെച്ചാൽ അവയവം മാറ്റിവെക്കൽ. അപ്പം ഹൃദയം മാറ്റിവെക്കാമെന്ന് ക്രിസ്ത്യൻ ബർണാഡാണ് ലോകത്താദ്യമായി അവയവമാറ്റം ശസ്ത്രക്രിയ നടത്തിയത്. അവയവം മാറ്റിവെക്കും, കൃത്രിമ ഹൃദയം വെക്കും അല്ലേ? മനുഷ്യനിപ്പം മരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ട്രാഫിക് സിനിമയെ കണ്ട പോലെ ഈ അവയവ മാറ്റം, ബ്രെയിൻ ഡെത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ കണ്ണ്, നമ്മുടെ കരൾ, നമ്മുടെ കിഡ്നി, നമ്മുടെ ഹൃദയം ഇതൊക്കെ മുറിച്ചെടുത്ത് ആൾ മരിക്കുന്നതിന്, ബ്രെയിനിൻ്റെ തലച്ചോറ് മരിച്ചു എന്നാൽ ഫിസിക്കൽ ഹാർട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം ഭാഗങ്ങൾ മുറിച്ചെടുക്കുക, എന്നിട്ട് മറ്റു മനുഷ്യർക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ വലിയ ചതിയും നടക്കുന്നുണ്ട്. ഈ കൊല്ലത്തെ ഡോക്ടർ ഗണപതി അടക്കമുള്ള ഡോക്ടർമാർ തന്നെ രംഗത്ത് വന്നിട്ട് പറഞ്ഞു കേരളത്തിലെ പല പ്രശസ്തമായ ആശുപത്രികളിലും ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആളുകൾ മരിക്കുന്നതിന് മുമ്പേ ഈ പ്രധാനപ്പെട്ട അവയവങ്ങൾ എടുത്ത് മറ്റാളുകൾക്ക് വെക്കുന്ന ബിസിനസ് ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്, കേരളത്തിലുമുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ ഗണപതി വന്നത് വലിയ വിവാദമായിരുന്നു. നമ്മളറിയപ്പെടുന്ന പ്രശസ്തരായ ചില ഡോക്ടർമാരുടെയും ചില ആശുപത്രികളുടെയൊക്കെ പേര് പറഞ്ഞിട്ടാണ് ഡോക്ടർ ഗണപതി എന്ന് രംഗത്ത് വന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. കേസ് കഴിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എറണാകുളത്തെ കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ വാർത്തയൊന്നും വന്നില്ല. അന്ന് ഒരു അബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മോട്ടോർ ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ട് ആശുപത്രിയിലെത്തിയിട്ട് അയാൾക്ക് ബ്രെയിൻ ഡെത്ത് ആണെന്ന് പറഞ്ഞു. പക്ഷേ ബ്രെയിൻ ഡെത്ത് ആണെന്ന് കൺഫേം ചെയ്യാനുള്ള
നിയമാനുസൃതമായ പരിശോധനകളൊക്കെ നടത്തുന്നതിന് മുമ്പ് തന്നെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവർ എങ്ങനെ ഹൃദയമൊക്കെ എടുക്കാമെന്നുള്ള പ്രൊസീജിയർ നടത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് ആ കേസ് വന്നത്. അപ്പോൾ ആ കേസിൻ്റെ സ്ഥിതി അറിയില്ല, നമുക്കൊന്ന് ഫോളോ അപ്പ് ചെയ്തതൊന്ന് തിരഞ്ഞു നോക്കാം. ഏതായാലും ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ന്യൂ ഹാംസ്പിയറിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. അവിടെ ന്യൂ ഹാംസ്പിയർ അവിടുത്തെ പ്രശസ്തമായൊരു ആശുപത്രിയാണ്. അവിടെ ടിം ആൻഡ്രൂ എന്ന് പറയുന്ന ഒരു 66 വയസ്സുകാരന് കിഡ്നി ഫെയിലിയർ ഉണ്ടായിരുന്നു. കിഡ്നി മാറ്റി വെക്കണം. സമയത്ത് കിഡ്നി കിട്ടിയില്ല. കിഡ്നി കിട്ടാതിരുന്നപ്പോൾ വളരെ പെട്ടെന്ന് അവർ തീരുമാനിച്ചു ഒരു പന്നിയുടെ കിഡ്നി വെച്ച് നോക്കാമെന്ന്. അപ്പോൾ മെഡിക്കൽ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. മനുഷ്യൻ്റെ അവയവങ്ങളുമായി ഏറ്റവും സാദൃശ്യമുള്ള അവയവം പന്നിയുടെയാണ്. ഹൃദയം, കിഡ്നി, സ്കിന്ന്, തൊലി, ഇതൊക്കെ പന്നിയുടെ സ്കിന്ന് വെച്ച് പിടിപ്പിക്കാം, പന്നിയുടെ ഹൃദയം വെച്ച് പിടിപ്പിക്കാം, പന്നിയുടെ കിഡ്നി വെച്ച് പിടിപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ 2 പേർക്ക് കിഡ്നിയും 2 പേർക്ക് ഹൃദയവും മാറ്റിവെച്ചു. ഈ 2 പേരും കുറച്ച് കാലം ജീവിച്ചുള്ളൂ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അലബാമ എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള ഒരു സ്ത്രീക്ക് പന്നിയുടെ കിഡ്നി വെച്ചിരുന്നു. അവർ 2.5 മാസമായിട്ട് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. 2.5 മാസമായിട്ട് അവർ പന്നിയുടെ കിഡ്നിയുമായി ജീവിക്കുകയാണ്. അപ്പോൾ NYU ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ജനറൽ ഹോസ്പിറ്റലാണ് ഈ സർജറി നടത്തിയത്. അവർ വളരെ വിജയകരമായി ജീവിക്കുന്നതിനിടയ്ക്കാണ് ഈ ആൻഡ്രൂ എന്ന് പറയുന്ന 66കാരൻ ഇതുപോലെ കിഡ്നി ഫെയിലിയർ ഉണ്ടായി ആശുപത്രിയിൽ കൊണ്ടുവന്നു. അപ്പോൾ നോക്കി കിഡ്നി വെച്ചേക്കാം എന്ന് തീരുമാനിച്ചു. ഇതിനു മുമ്പ് കിഡ്നി പന്നിയുടെയൊക്കെ വെച്ച ആളുകൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. 2.5 മാസമായിട്ട് അലബാമയിലെ ഈ സ്ത്രീ ജീവിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഈ ടിം ആൻഡ്രൂവിന് പന്നിയുടെ കിഡ്നി വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പന്നിയുടെ കിഡ്നി വച്ചു. കഴിഞ്ഞ ജനുവരി 25-ാം തീയതി അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പന്നിയുടെ കിഡ്നി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ഡയാലിസിസ് വേണ്ട, ഒന്നും വേണ്ട, എല്ലാം നോർമലായി, എനിക്കൊരു പുതിയ ജന്മം കിട്ടിയതുപോലെയായി. അദ്ദേഹം ഇപ്പം ആൻഡ്രൂ ഇപ്പോൾ പറയുന്നതെന്നറിയോ, എനിക്ക് വിമാനം ഓടിക്കാൻ പഠിക്കണം. പന്നിയുടെ കിഡ്നി കിട്ടിയോടെ അദ്ദേഹത്തിന് ചിറകുകൾ മുളച്ചു. ഇനി ആകാശത്ത് പറക്കണം. അദ്ദേഹം പൈലറ്റ് പരിശീലനത്തിന് പോവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഫോറിൻ പാർട്ടിക്കിൾ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അല്ലാത്തൊരു വസ്തു നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറിയാൽ, നമ്മുടെ ചിലരൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ ചെത്തുമ്പോൾ ഈ ഈർക്കിലി, മരത്തിൻ്റെ ചീളൊക്കെ നമ്മുടെ മാംസത്തിനകത്ത് തറച്ച് കയറി കഴിഞ്ഞാൽ നമ്മളത് എടുത്തു കളയാൻ എന്ത് പറ്റുന്നറിയോ, അത് അവിടെ ഇരിക്കും. അവിടെ ഇരുന്നിട്ട് പിന്നെ പഴുക്കും. ഇതെന്തിനാണ് പഴുക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമല്ലാത്ത ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ, ഒരു ഫോറിൻ പാർട്ടിക്കിൾ, ഒരു വിദേശ വസ്തു, ഫോറിൻ അല്ല, ശരീരത്തിൻ്റെ അല്ലാത്ത ഒരു വസ്തു അകത്ത് കയറുമ്പോൾ, പുറത്തുനിന്നൊരു വസ്തു കയറുമ്പോൾ അതിനെ പുറത്തോട്ട് കളയാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ പണിയെടുക്കും. കോശങ്ങൾ, രക്തത്തിലെ രക്താണുക്കളൊക്കെ പണിയെടുത്ത് ഇവനെ പുറത്ത് കളയാൻ വേണ്ടി ആ ഭാഗം പഴുപ്പിച്ചിട്ട് ഇവനെ പുറത്തോട്ട് പോകും. ഇതാണ് പഴുക്കൽ എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ ഒരു കാരണം. അതുപോലെ നമ്മളിപ്പോൾ ഇപ്പം ചില ആളുകൾ വീണിട്ട് ഈ കമ്പി ഇടുമല്ലോ. കമ്പി ഇട്ട് കഴിഞ്ഞാൽ മരുന്നൊക്കെ കഴിച്ച് അത് പിന്നീട് എടുത്ത് കളയും കമ്പി. എന്നാൽ പോലും ചില സമയത്ത് അത് ശരീരം റിയാക്ട് ചെയ്യും, ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. നമ്മുടെ ശരീരത്തിൻ്റെ അല്ലാത്തൊരു സാധനം വന്നിരിക്കുന്നു, അതുകൊണ്ട് അവനെ അറ്റാക്ക് എന്നും പറഞ്ഞ് ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. ഇങ്ങനെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കി നമ്മുടേതല്ലാത്ത ഭാഗത്തെ നശിപ്പിക്കാൻ ശരീരം ശ്രമിക്കും. അപ്പോൾ വേറൊരാളുടെ ഹൃദയം വെച്ചാലും വേറൊരാളുടെ കരൾ വെച്ചാലും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുന്നത് എന്തിനാണെന്നറിയോ? കരൾ മാറ്റി വെക്കുന്ന ആളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വൃക്ക, കരൾ ഒക്കെ ഹൃദയം പോലും മാറ്റി വെക്കുന്നുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ സ്വന്തമല്ലാത്ത സാധനങ്ങളെ പുറത്തേക്ക് കളയാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് കഴിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ വെച്ചാൽ പോലും പ്രശ്നമാണെന്നിരിക്കുകയാണ് പന്നിയുടേത് ഇപ്പോൾ ഫിറ്റായി വരുന്നത്. അപ്പോൾ പന്നിയുടെ അവയവം ഇപ്പോൾ മനുഷ്യന് ഏതാണ്ട് സ്യൂട്ടബിളായി. ഈ ആൻഡ്രൂ 66കാരൻ കുറേ കാലം കൂടി ജീവിച്ചിരുന്നാൽ, അപ്പം മനുഷ്യൻ്റെ ഹൃദയത്തെക്കാളും മനുഷ്യൻ്റെ കിഡ്നിയേക്കാളും ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് പന്നിയുടെ അതാണെന്ന് വരും. അപ്പോൾ ഈ ഹറാം എന്ത് ചെയ്യുമെന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഇപ്പോൾ നമ്മൾ ഈ അവയവ മാറ്റം നടക്കുന്നുണ്ടല്ലോ, മരിച്ചതിന് ശേഷം കണ്ണ് കൊടുക്കും, അല്ല ബ്രെയിൻ ഡെത്ത് ആണെങ്കിൽ നമ്മുടെ ഹൃദയം, കിഡ്നിയൊക്കെ ആളുകൾക്ക് കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവരും സ്വീകരിക്കുന്നുണ്ട് അല്ലേ? സ്വീകരിക്കുന്നവർക്ക് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഓരോരുത്തരും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയൊക്കെ സ്വീകരിക്കും. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഞാൻ പറഞ്ഞുള്ളൂ. സ്വീകരിക്കുന്നവരിൽ എല്ലാ ജാതിയുണ്ട്, കൊടുക്കുന്നവരിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഉള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ അവയവദാനം നടത്തുന്നതിൽ മുസ്ലിങ്ങളുടെ എണ്ണം 0. അവർ
അവർക്കൊരു ആവശ്യം വന്നാൽ മറ്റൊരുത്തൻ്റെ ഹൃദയം വേണം മേടിക്കും, കണ്ണ് വേണം മേടിക്കും, കണ്ണല്ല, കണ്ണ് റെറ്റിന ഭാഗമാണ് മേടിക്കുന്നത്, കിഡ്നി മേടിക്കും, രക്തവും മേടിക്കും, പക്ഷേ ഞങ്ങൾ കൊടുക്കില്ല. അങ്ങനെയുണ്ട്, സത്യമാണ്, റെക്കോർഡ്സ് പറയുന്നതാണ്. രേഖകൾ പ്രകാരം ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ ഹൃദയം ദാനം ചെയ്തത്, കിഡ്നി ദാനം ചെയ്തത് ഏതാണ്ട് 0 കാരണം അത് അവർ പറയുന്നത് നമ്മുടെ ശരീരം പൂർണ്ണമാണ്, അത് പൂർണ്ണമായി തന്നെ മുകളിലോട്ട് ചെന്നാലേ പ്രയോജനമുള്ളൂ. കാരണം അവിടെ ചെന്നിട്ട് ഒരുപാട് ആവശ്യമുണ്ടല്ലോ അവിടെ. അതുകൊണ്ട് ഒരു ഭാഗവും കണ്ണുകളുടെ ആവശ്യം പ്രത്യേകിച്ചുണ്ടല്ലോ അവിടെ. കണ്ണുകൾ മാത്രമല്ല, ഒരുപാട് ഹൃദയവും വേണമല്ലോ, ഹൃദയം വേണം, കിഡ്നി വേണം, എല്ലാം വേണം. ശരീരത്തിൻ്റെ അവയവങ്ങൾ പൂർണ്ണ തോതിൽ അവിടെ എത്തണം. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ കൊടുക്കാൻ പാടില്ല, പക്ഷേ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഏതായാലും ഹറാം എന്ന് പറയുന്ന ഒരു ഭാഗമായ പന്നിയുടെ ശരീരഭാഗങ്ങൾ മനുഷ്യന് ഏറ്റവും അനുയോജ്യമാണ് എന്ന് ആൻഡ്രൂ എന്ന് പറയുന്ന ടീം ആൻഡ്രൂ എന്ന മനുഷ്യൻ്റെ അനുഭവത്തിലൂടെ ലോകത്തിന് ഒരു പക്ഷേ ബോധ്യമാകാൻ അദ്ദേഹം വിമാനമൊക്കെ പറപ്പിച്ച് 5-6 വർഷം ജീവിച്ചിരുന്നാൽ ഇനിയിപ്പോൾ പന്നി മതി, പന്നിയായിരിക്കും ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ജന്തുവായിട്ട് മാറാൻ പോകുന്നത്. അപ്പോഴും ചില ആളുകൾ ഞങ്ങൾക്ക് അത് ഹറാമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.